ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഇന്നിതാ ഒരു അടിപൊളി ഫ്രോക്കായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനാദ്യം തന്നെ വേണ്ട സാധനങ്ങൾ, ഇപ്പോൾ യോക്കിന് വേണ്ടിയിട്ട് ഒരു വൈറ്റും, അതുപോലെ നമ്മുടെ സ്കേർട്ട് പോർഷന് നെറ്റും, അതിനുള്ള ലൈനിങ്, പിന്നെ ചെറിയൊരു ലേസ് എല്ലായിട്ടും ഞാൻ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുന്നേരം അതിന് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ എടുത്ത് വെക്കുക. അതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ വരച്ച് വെക്കുക. പിന്നെ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എഴുതി വെക്കണേ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് ടാപ്പ് വേണം, കത്രിക വേണം, പിന്നെ പെൻസിൽ, ചോക്ക് എല്ലാം നമ്മൾ അരിയത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അത് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. നമുക്ക് കട്ടിങ്ങിലേക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ നോക്കി, ആദ്യം ഒരു തുണിനെ തേര് വശം തമ്മിലില്ലേ രണ്ടായി മടക്കി വെക്കുക. അപ്പോൾ ഇത് യോക്ക് പോർഷൻ്റെ ലൈനിങ് ആണ്. അപ്പോൾ അത് ബാക്ക് പാർട്ടാണ് ആദ്യം മടക്കിയത്. എന്നിട്ട് ഒരു അര ഇഞ്ച് നീക്കിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമുക്ക് അപ്പുറത്തെ വശം തന്നെ മടക്കി വെക്കുക. ഫോൾഡ് ചെയ്ത വശമാണ്. എന്നിട്ട് ഇതാ നമ്മുടെ ഷോൾഡറില്ലേ അതൊരു 6 ഇഞ്ചും അര ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ ആം ഹോളിൻ്റെ അവിടെയും 6.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊരു 7 വയസ്സുള്ള കുട്ടിക്കാണ്, 6-6.5 വയസ്സ്. ഓക്കെ. ഇനി ചെസ്റ്റ് റൗണ്ടാണ് വേണ്ടത്. ചെസ്റ്റ് റൗണ്ട് ഇതാ ഇവിടെ 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റിയൊരു ടോപ്പാണ്. അതുപോലെ യോക്ക് പോർഷൻ്റെ അവിടെ 13 ഇഞ്ച് താഴെ, 13 എന്ന് വെച്ചാൽ 12 വേണ്ടു. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. താഴെ ഒരു അര ഇഞ്ച് വേണം. ഷോൾഡറിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് വേണ്ടേ. ഇപ്പോൾ നെക്ക് വരുന്ന ഫോൾഡ് ചെയ്ത വശമില്ല, അതിൻ്റെ നേരെ താഴെ ആ ഒരു ഫോൾഡ് ചെയ്ത വശത്തിന് നേരെ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊരു വി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി വേസ്റ്റ് റൗണ്ട് 6 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം ഈ അളവുകളെല്ലാം കറക്റ്റ് നമ്മളൊന്നും വരഞ്ഞെടുക്കുക കേട്ടോ. ഈ ഒരു വി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു 1 ഇഞ്ച് കൂടുതലെടുത്ത് കേട്ടോ. ഇനി വേണ്ടത് വെച്ചാൽ നമുക്ക് നെക്കാണ് വേണ്ടത്. നോക്കിയേ, നെക്ക് ഞാനിവിടെ 2.25 എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് വിടർന്നിട്ടുള്ളൊരു നെക്കാണ്. അപ്പോൾ നമുക്ക് ഒതുങ്ങിയ നെക്കാണെങ്കിൽ 2 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഒരു 3 ഇഞ്ച് താഴേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് നെക്കായിട്ട് ഞാനിവിടെ 2 ഇഞ്ചാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ബാക്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ പോർഷൻ മാത്രം നോക്കിയാൽ മതി. ബാക്കിൽ എക്സ്ട്രാ തുണിയെല്ലാം വരുന്നത് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ ആ പോർഷനിലാണ് നമ്മൾ ഫുള്ളെല്ലാം മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ബാക്ക് പാർട്ടിൽ നമ്മൾ എക്സ്ട്രാ അരേഞ്ച് വെച്ചിട്ടില്ലേ, അത് അവിടുന്ന് നമ്മൾ മാർക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു തുണിയിൽ നിന്ന് മാത്രമാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നോക്കിയതാ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തുണി മടക്കി വെക്കുന്നേരം ആദ്യം തന്നെ തുണിയൊക്കെ ലെവലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ മാർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ കൂടെ ചെയ്യുന്നത് ആയതുകൊണ്ടാണ് ഇതെല്ലാം അവിടെ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ ഫ്രഞ്ച് കേവ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് കേവ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഈ ഒരു അളവെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നോക്കിയേ, ആദ്യം തന്നെ ഇതാ ആം ഹോൾ കട്ട് ചെയ്തു. എന്നിട്ട് ഇതാ താഴോട്ടേക്ക് കട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ കട്ടിങ്ങെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നേരം നിങ്ങൾക്ക് അധികം കുറേ പറയുന്നേരം ഒരു ബോറിംഗ് ആയി മാറും. എന്നിട്ട് ഇതാ ഇനി നെക്ക് കട്ട് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് മാറ്റി വെക്കുക. ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാനിതാ ഈ ഒരു ഫ്രോക്കിൻ്റെ മെത്തേഡ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഏതാണോ അളവ് ആ കറക്റ്റ് അളവെന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അല്ല, സ്റ്റിച്ച് ചെയ്യല്ല, നിങ്ങൾ കട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെത് കുറച്ചൊന്ന് വൈഡായിട്ടുള്ള നെക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒതുങ്ങിയ നെക്കാണ് അതിൻ്റെ രീതിയിൽ ചെയ്യുക. ഇനിയിപ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ 2 തുണി ഞാനിതിങ്ങനെ ഒരുമിച്ച് ഓപ്പൺ ആയ വശം ഒരുമിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതൊരു ചുരിദാർ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണെന്നുള്ള, അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ പീസായിട്ടുള്ളത്. ഓക്കെ. നമുക്കിപ്പോൾ യോക്ക് പോർഷനിൽ ഒരു അര മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് യോക്ക് പോർഷനും കൈക്കും കൂടി നമുക്കെത്തും കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിൽ ഇപ്പോൾ കട്ട് ചെയ്യുന്നൊരു ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക് പാർട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. നോക്കിയേ, ഇതാ കറക്റ്റ് അളവിൽ ചുറ്റും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നോക്കിയതാ ഫോൾഡ് ചെയ്ത ഒരു തുണിയാണ് ഇത്. അപ്പോൾ ഫോൾഡ് ചെയ്ത വശത്തിന് നേരെ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു വശമില്ലേ അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ. അപ്പോൾ ഇത് നോക്കിയതാ ഒരു ഇഞ്ച് താഴ്ത്തിയിട്ടാണ്, ഇപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഈ ഒരു പീസ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായി. നോക്കിയേ, ഷോൾഡർ 1 ഇഞ്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അതിന് താഴ്ത്തിയിട്ട് നമ്മൾ വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ സെയിം അളവ് തന്നെ. അപ്പോൾ അത് കറക്റ്റ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് 1 ഇഞ്ച് താഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ വൈറ്റ് തന്നെ ആയതുകൊണ്ട് കറക്റ്റ് മനസ്സിലായി. നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെ വെച്ചെന്നുള്ളത്. ഓക്കെ. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
ഇതാ ഫ്രണ്ട് യോക്കിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2 തുണി ഒരുമിച്ച് വെച്ചതിന് ശേഷം നേരെ ഒന്ന് മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ 2 സ്ലീവിനുള്ള തുണിയാണ് ഇത്. അപ്പോൾ ഇതൊരു പഫ് ചെയ്തിട്ടുള്ള ചെറിയൊരു പഫ് ഇതെല്ലാം വന്നിട്ടുള്ള ഒരു ബലൂൺ സ്ലീവ് എല്ലാം പോലത്തെ ഒരു സ്ലീവാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണോ തുണിയുള്ളത് അതെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 3/4 സ്ലീവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ ചെറുത് ചെയ്യാം, അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്താ വെച്ചാൽ ഇതാ നോക്കിയേ, ഒരു 8 ഇഞ്ചോളം 8-9 ഇഞ്ചോളം വരുന്നുണ്ട്. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തയ്യൽ തുമ്പടക്കം ഒരു 7 ഇഞ്ചോളം വേണ്ടു. ഇപ്പോൾ ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട്, അതാ 9 ഇഞ്ച്. ഇപ്പോൾ നോക്കിയതാ 3.25-3.5 ഇങ്ങോട്ടേക്ക് വിട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്ലീവ് ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. നോക്കിയേ, ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ അത് അത്ര തന്നെ അളവ് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അവിടെ എലാസ്റ്റിക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കിയതാ ഇങ്ങനെ ചുരുങ്ങിയിട്ട് എലാസ്റ്റിക് ചുരുങ്ങിയേക്കും. അതുകൊണ്ട് സ്ലീവ് റൗണ്ടൊന്നും ഇവിടെ മാർക്ക് ചെയ്യുന്നില്ല. അവിടെ ഷേപ്പിൻ്റെ അവിടെ മാത്രം മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇത് നോക്കിയതാ നമ്മൾ സ്ലീവ് എന്ന് വെച്ച് ഇതാ ഇത്ര വരെ വരും. ബാക്കിയുള്ളത് ഇങ്ങനെ ചുരുങ്ങിയിട്ട് ബഫായിട്ട് നിൽക്കും. എൻഡിലും ഇങ്ങനെ വരും കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാം. ഇതാ ഇവിടെ ഇതാ സ്ലീവിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയേ 11.5 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് താഴെ മടക്കാനും അതുപോലെ 1/2 ഇഞ്ച് മുകളിലെ തയ്യൽ തുമ്പും. ഓക്കെ, ഇനി നോക്കിയതാ 22.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 23 ഇഞ്ചിൽ നമ്മൾ സ്കേർട്ട് പോർഷൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിയേ 22 നമുക്ക് വേണ്ടു. അപ്പോൾ നമ്മുടെ നെറ്റ് ആയതുകൊണ്ട് തന്നെ അടിയിൽ മടക്കി അടിക്കില്ല. അപ്പോൾ മേലെ തയ്യൽ തുമ്പ് മാത്രം മതി കേട്ടോ. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് മാത്രം കൂടുതലെടുത്തത്. അതിന് ലൈനിങ്ങും കൂടിയിട്ട് നമുക്ക് എത്രയാണോ നെറ്റുള്ളത്, ഞാനിപ്പോൾ അത് എത്രയോ കട്ട് ചെയ്തൊന്നുമില്ല, ഞാനിപ്പോൾ 5 മീറ്ററാണ് നെറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 മീറ്ററിനെ ഞാൻ നേരെ പകുതിയാക്കി നോക്കുന്നേരം കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 മീറ്ററിന് നേരെ ഇതാക്കുന്നേരം പകുതിയാക്കി 10 മീറ്ററോളം വരുന്നുണ്ട് നെറ്റ്. അപ്പോൾ 10 മീറ്ററോളം എടുത്തിട്ട് ഒരേ അളവിലെടുത്തതിന് ശേഷം 2 ലെയറാക്കിയിട്ടാണ് ഞാൻ സ്കേർട്ട് പോർഷൻ ചെയ്യുന്നത്. ഇനി ഇതാ നോക്കിയേ, ഒരു 21 ഇഞ്ചിൽ 21-21.5 ഇഞ്ചിൽ ഞാൻ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും എത്രയാണോ വീതിയുള്ള ആ ഒരു വീതിക്കനെ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ 2 മീറ്ററാണ് ഞാനിവിടെ ലൈനിങ് എടുത്തത്. അപ്പോൾ 2 മീറ്റർ ഇതാ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കറക്റ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 മീറ്റർ ലൈനിങ്ങും 5 മീറ്ററോളം. 5 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു 2.5 മീറ്ററല്ല 5 മീറ്റർ തന്നെ വരും കേട്ടോ. 5 മീറ്റർ തന്നെ നമുക്ക് ഇതായിട്ട് കിട്ടും, സ്കേർട്ട് പോർഷൻ്റെ വീതി കിട്ടും. അപ്പോൾ നേരെ പകുതിയാക്കിയിട്ട് എടുക്കുന്നതായതുകൊണ്ട് 2 ലെയറാക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ, നെറ്റ് 2 ലെയറാക്കിയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് എന്താ പറയുക, കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ വലിയ തുണിയായതുകൊണ്ടാണ് ഞാൻ ഈ കട്ടിങ് എന്താ പറയുക നെറ്റ് കട്ട് ചെയ്യുന്നൊന്നും കാണിക്കാത്തത്. ഇനി നമുക്ക് എങ്ങനെയാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതിപ്പോൾ നോക്കിയാൽ ആദ്യം ഞാൻ ഈ ഒരു നെറ്റിൻ്റെ ഒരു ചെറിയ സീക്വൻസ് വെച്ചൊരു പീസ് എൻ്റെ കൈമുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് വിട്ടാണ് സീക്വൻസിൽ, അതൊന്ന് അടുപ്പിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നെറ്റ് ഉള്ളിലാക്കിയിട്ട് ജസ്റ്റ് അടുപ്പിച്ച് വെച്ചിട്ടൊന്ന് നമുക്കിതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു മോഡലിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഒരു ചുരിദാറിൻ്റെ ബാലൻസ് ഇതൊക്കെ എന്നുള്ള. അപ്പോൾ നമ്മളൊരു കോഡായിട്ട് യൂസ് ചെയ്ത് എന്നറിയാൻ ഈ മക്കൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണിത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് നിന്നാണ് എൻ്റെ ഈ മോക്ക് ഞാൻ ഈ ഒരു രീതിയിൽ ഫ്രോക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഷോളിൻ്റെ പീസാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പീസ് എടുത്ത് ഞാൻ വിചാരിച്ചു ഇതിൽ ചെറുങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുമായിട്ടൊരു ചെറിയൊരു മാച്ചിങ് ഉണ്ടാവില്ലേ. അതുമാത്രമല്ല നല്ല സിമ്പിളുവാ, കുറച്ചൊരു നല്ലൊരു ഭംഗിയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു സീക്വൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ സിമ്പിളായി പോലെ. ഇപ്പോൾ ചെറിയൊരു സീക്വൻസ് ഉണ്ടെങ്കിൽ കുറച്ചൊരു ഭംഗി ഉണ്ടാവില്ലേ, അത് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നോക്കിയേ ഇതിങ്ങനൊന്ന് നമുക്ക് അടുപ്പിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ എനിക്ക് പ്രധാനമായിട്ടും പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് 34.5 34.5 ഇതിൻ്റെ യോക്ക് പോർഷന് 12 ഇഞ്ച് പോയി. അപ്പോൾ 13 ഇഞ്ചല്ലേ നമ്മൾ യോക്ക് പോർഷൻ എടുത്ത്, അതിൽ 1/2 ഇഞ്ച് 13 12 ഇഞ്ചാണ് യോക്ക് പോർഷൻ. 1 ഇഞ്ച് തയ്യൽ തുമ്പല്ലേ വരുന്നത്. അപ്പോൾ 34 12 പോയി കഴിഞ്ഞാൽ 22.5 ബാലൻസ്. ആ 22.5 നമ്മൾ സ്കേർട്ട് പോർഷനായിട്ട് എടുത്തത് കേട്ടോ. നെറ്റ് കട്ട് ചെയ്തത് 22.5 ഇഞ്ചാണ്. അത് ഫസ്റ്റേ പറയേണ്ടതായിരുന്നു, എന്നോട് വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ ഈ സീക്വൻസൊക്കെ അടുപ്പിച്ച സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 5 ഇഞ്ചിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്ത് പറയുന്നില്ല, നമ്മളെന്ന് പറയുന്നത് കൊണ്ട് അതെൻ്റെ ഒരു ശീലമായിപ്പോയി കേട്ടോ. അങ്ങനെ ഞാനെന്ന് പറഞ്ഞിട്ടുള്ള അത്ര ഇതില്ല. ഇനിയിപ്പോൾ നോക്കിയതാ ഷോൾഡറിൻ്റെ അവിടെ എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഈ നെറ്റിൻ്റെ പീസില്ലേ, അത് നെറ്റിൻ്റെ സൈഡിൽ വരുന്ന ഈ നെറ്റ് ഉള്ളിലോട്ടേക്ക് മടക്കി വെച്ചതിന് ശേഷം ഷോൾഡറിൽ നിന്ന് നേരെ താഴോട്ടേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ മധ്യം നമ്മളൊന്ന് മാർക്ക് ചെയ്യാം.
അപ്പോൾ ഇത് ചെറിയ നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മുട്ടുപിന്ന് കുത്തി വെച്ചതിന് ശേഷം നേരെ താഴോട്ടേക്ക് മുട്ടുപിന്ന് കുത്തി വെച്ചതിന് ശേഷമാണ് ഇത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല തുണിയില്ലേ, നമ്മുടെ യോക്ക് പോർഷൻ്റെ നല്ല പീസ്, അതിലേക്കാണ് ഇതാ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ താഴെ വശം ഞാൻ മടക്കുന്നില്ല, അത് അങ്ങനെ തന്നെ വെക്കുകയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഷോൾഡറിൻ്റെ അവിടെ 1 ഇഞ്ച് കൂടുതലെടുത്തത് അതെന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ 2 വശം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ ഇതിൻ്റെ താഴെ നോക്കിയതാ ഇങ്ങനെ ഒന്ന് മേലോട്ടേക്കൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ 1/2 ഇഞ്ച് 1 ഇഞ്ച് അങ്ങനെ ഉള്ളോട്ടേക്ക് പോകും കേട്ടോ. അപ്പോൾ മേലെ 1 ഇഞ്ച് എടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കഴിഞ്ഞാൽ 1 ഇഞ്ച് അവിടുന്ന് ഉള്ളോട്ടേക്ക് പോവുക. എന്നിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും ഒരേ ലെവലിൽ വേണം നമ്മൾ മടക്കുക. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് 2 സൈഡും കൂടി ഒരുമിച്ച് വെച്ചിട്ടൊന്ന് നോക്കുക, കറക്റ്റ് ഒന്ന് മടക്കുന്നിടത്ത് ഒരു ചെറിയൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു മാർക്കിലൂടെ തന്നെ വേണം മടക്കി കൊടുക്കുക കേട്ടോ. അല്ലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്താലും മതിയേ, അല്ലെങ്കിൽ പിന്ന് കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ കറക്റ്റ് അളവ് തന്നെ കിട്ടണേ അപ്പുറം ഇപ്പുറവും. ഓക്കെ, ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ കുറച്ച് താഴെയാക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക കേട്ടോ. എന്നൊരു നല്ലൊരു നീറ്റ് ഉണ്ടാവുമേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതാ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത് നോക്കിയേ, ലൈനിങ് നമ്മുടെ ഫ്രണ്ടിൻ്റെ നല്ല വശമില്ലേ, യോക്ക് പോർഷൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് വെച്ചതിന് ശേഷം, അപ്പോൾ ലൈനിങ് എല്ലാം നെക്കിൽ ആദ്യം തന്നെ കട്ട് ചെയ്തതല്ലേ, അത് കറക്റ്റ് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിടത്തിൽ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൽ ഒരിക്കലും വലിച്ചു പിടിക്കാൻ പാടില്ല. മെല്ലെ എങ്ങനെയാണോ നെക്കുള്ള അതുപോലെ തന്നെ മെല്ലെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് വളച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോരോ നോച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ലൈനിങ് മുകളിലേക്ക് പൊക്കിയതിന് ശേഷം നോക്കിയേ, ഇത് തയ്യൽ തുമ്പ് അതിൻ്റെ ഈ ഒരു ലൈനിങ്ങിൻ്റെ ആ ഒരു വശത്തല്ലേ ഉണ്ടാവുക. കറക്റ്റ് ഇതെങ്ങനെ പൊക്കിയതിന് ശേഷം ഒരു പതിച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ച് കൊടുക്കേണ്ടത് ലൈനിങ്ങിൻ്റെ മുകളിലോട്ട് വേണേൽ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. നോക്കിയേ, കറക്റ്റ് ലൈനിങ്ങിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ്റെ നല്ല വശമില്ല അവിടെയല്ലേ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ലൈനിങ്ങിൻ്റെ മുകളിലൂടെ വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിവർത്തി കഴിഞ്ഞാൽ ലൈനിങ് പുറത്തേക്ക് കാണില്ല കേട്ടോ, നല്ല നീറ്റിൽ നിൽക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ ബാക്ക് പാർട്ടില്ലേ, അവിടെ നമുക്ക് സിബ് പിടിപ്പിച്ച് കൊടുക്കേ. ഇത് നോക്കിയേ, ഇൻവിസിബിൾ സിബാണ് എനിക്ക് കിട്ടിയത്, പക്ഷേ എങ്കിൽ ചെറിയ സിബാണ് കിട്ടിയത്. അതിപ്പോൾ ബാക്ക് നെക്കിൻ്റെ ആ തറ്റൊക്കെ തുടങ്ങിയതിന് ശേഷം ഇവിടം വരെയാണ് വരുന്ന ആ എൻഡിൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 വശത്തും നമ്മൾ ഈ മാർക്ക് കൊടുക്കണേ. കറക്റ്റ് ഈ ഒരു വശം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പെൻസിൽ കൊണ്ട് കറക്റ്റ് എൻ്റെ എവിടെയാണ് വരുന്നത് അവിടെ ഓരോരോ മാർക്ക് കൊടുക്കുക കേട്ടോ. ഈ ബാക്ക് വശത്തിൻ്റെ ലൈനിങ്ങും ഇതിൻ്റെ കൂടെ തന്നെ വെക്കണേ. എന്നിട്ട് കറക്റ്റ് നല്ല വശം ഇതിങ്ങനെ സിബിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു വശത്തുനിന്ന് ഇപ്പുറത്തെ സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. സിബ് വെക്കുന്നത് നിങ്ങൾ കറക്റ്റ് ഒന്ന് ബാക്കോട്ട് അടിച്ചിട്ട് നോക്കിയേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സിബർ ഫൂട്ട് ഇതല്ല എൻ്റെ അടുത്ത്, ഞാനിപ്പോൾ ഈ നോർമൽ ഫൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും സിബെല്ലാം വെക്കുന്ന ഇൻവിസിബിൾ സിബെല്ലാം വെക്കുന്നവർ പ്രത്യേകിച്ചും സിബർ ഫൂട്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ, എന്നാലേ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഇപ്പോൾ ഒരു വശം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കി. കറക്റ്റ് നേർക്ക് ഇങ്ങനെയാണ് നമുക്ക് നേരെ ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ളതിനെ നമ്മളിതാ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ഇങ്ങോട്ടേക്ക് സിബിനെ അപ്പുറത്തെ വശത്തേക്ക് ഒന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ വലത് വശത്തുള്ളതിന് വലത് വശത്തേക്കോട്ടേക്ക് തന്നെ മറിച്ച് കൊടുക്കുക, ഇടത് വശത്തുള്ളതിന് അടുത്ത വശത്തേക്ക് തന്നെ മറിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സിബിൻ്റെ തറ്റ വെച്ച്, ഇപ്പോൾ സിബർ ഫൂട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സിബിൻ്റെ തറ്റ വെച്ചിട്ട് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഇത് സാധാരണ നോർമൽ ഫൂട്ടായതുകൊണ്ട് തറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ മാക്സിമം തറ്റ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 വശവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നോക്കിയേ, സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സിബ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന നേരം ലൈനിങ് വെക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന നേരം ലൈനിങ് വെക്കണം ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. എന്നിട്ട് ഞാൻ വീണ്ടും പിന്നെ കഴിച്ചതിന് ശേഷം ലൈനിങ് എല്ലാം വെച്ചിട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ ഞാൻ ലൈനിങ്ങും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നെക്കും കൂടി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി ഞാൻ ഈ സിബർ ഫുഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ മാറ്റി ചെയ്തത്. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം.
നല്ല വശം ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശവും തമ്മിൽ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഷോൾഡർ എങ്ങനെയാണ് വെക്കാൻ നോക്കാം. നോക്കിയേ, ഇൻവിസിബിളായിട്ട് നമുക്ക് ഷോൾഡർ കാണാത്ത രീതി, സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് വെക്കാൻ നോക്കാം കേട്ടോ. ഇതാ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ബാക്കിലെ ലൈനിങ് ഇല്ലേ, ബാക്ക് പാർട്ടിലെ ലൈനിങ് ഇതാ ഇതിലേ മുമ്പിലോട്ടേക്കാക്കിയിട്ട് കറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു പിന്ന് കുത്തിയിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതാ നോക്കിയതാ ഫ്രണ്ടിലെ ലൈനിങ്ങും ബാക്കിലെ ലൈനിങ്ങും ഇതാ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കാം. നല്ല വശവും കറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. അന്നേരം കറക്റ്റ് കിട്ടും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കറക്റ്റ് ഇതാ ബാക്ക് നല്ല വശവും ഒരുമിച്ച് വെച്ച് എന്നിട്ട് ബാക്ക് പാർട്ടിലെ ലൈനിങ് ഇതാ ഇങ്ങനെ മുമ്പിലോട്ടേക്ക് ഇടുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നേരം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തത് പുറത്ത് കാണില്ല. അപ്പോൾ അങ്ങനെ ഇതാ രണ്ട് വശവും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാ കറക്റ്റ് നിങ്ങൾ നോക്കുക, കറക്റ്റ് ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇവിടെ ഇതാ ഷോൾഡറുടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയേ, തയ്യൽ തുമ്പൊന്നും കാണാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ സ്ലീവാണ് യോജിപ്പിക്കേണ്ടത്. നോക്കിയേ, ഇതാ ഈ നല്ല വശത്ത് നമ്മൾ സ്ലീവ് ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം അപ്പോൾ സ്ലീവെല്ലാം നമ്മൾ മധ്യത്തിൽ നിന്നല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് മധ്യത്തിൽ നിന്നല്ലാണ്ട് തറ്റക്കുന്നതാ ഇങ്ങനെ ഒന്ന് വരിക കേട്ടോ. എന്നിട്ട് മധ്യത്തിലേക്ക് എക്സ്ട്രാ എത്രയാണ് വരുന്നത് എന്നുള്ള തുണി അവിടെ വെക്കുക. ഇത് നോക്കിയത് ഈ രണ്ട് വശത്തുനിന്നും വരിക. അപ്പോൾ ഇതാ ഇത്രയാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് പിന്ന് കുത്തി വെക്കാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് തറ്റക്കുന്നേ വരുന്നിടത്ത് നമുക്ക് പിന്ന് കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനൊരു നോച്ചിട്ട് കൊടുക്കുക. എത്രയാണ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ നോച്ചിട്ട് കൊടുക്കുക. ഇതാ കറക്റ്റ് സ്ലീവിൻ്റെ അളവ് നമ്മൾ നോക്കുക. അങ്ങനെ സ്ലീവ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ടോപ്പ് യോക്ക് പോർഷനിൽ ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടം വരെയാണ് വരിക. അപ്പോൾ ഇത്രത്തോളം എക്സ്ട്രാ കിട്ടുന്നതാണ്. അത് നമുക്ക് പഫാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതാ സ്ലീവിൻ്റെ നമ്മൾ പഫ് ഇടേണ്ട മാർക്ക് ചെയ്തില്ലേ, അതിന് ശേഷം യോക്ക് പോർഷൻ്റെ നല്ല വശത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം കറക്റ്റ് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചതിന് ശേഷം ഈ മോശവശത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നോക്കിയേ, ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മൊട്ട് സൂചി കുത്തുന്നുണ്ട്, അങ്ങനെ കുത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മാർക്ക് കൊടുത്തിട്ടില്ലേ, എവിടെ തൊട്ടിട്ടാൽ നമുക്ക് പഫ് വേണ്ടതെന്നുള്ള അതെല്ലാം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ തന്നെ പഫെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീതി ഇങ്ങനെയൊന്നും കൊടുക്കാണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അവിടെ ചെറിയ എന്നറിയാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് പഫ് അവിടെ കൊടുക്കുന്നത്. എന്നിട്ട് എക്സ്ട്രാ മറ്റേ ഒരു നോച്ചാവുന്നത് വരെ അവിടെ ഫുള്ളായിട്ട് പഫ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്ലീവ് കറക്റ്റ് വെച്ച് കൊടുക്കുക. എൻ്റെ വരെ കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യട്ടോ. ഇതാ ഞാനിവിടെ 2 സ്ലീവും യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇനി സ്ലീവ് റൗണ്ടിൻ്റെ ഒരു വശത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിലെ എലാസ്റ്റിക് വെക്കേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 8 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ 8ഉം തയ്യൽ തുമ്പിന് 1 ഇഞ്ച് കൊടുക്കുക. രണ്ട് സൈഡിലും തയ്യൽ തുമ്പ് വേണ്ട, അര ഇഞ്ചായിട്ട്. അങ്ങനെ 9 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുത്തതിന് ശേഷം 9 ഇഞ്ച് നീളത്തിലാണ് എലാസ്റ്റിക് എടുത്തത്. ഇത് ഒരു 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കറക്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ കയ്യെല്ലാം മടക്കിയിട്ട് എന്തെല്ലാം ഒരു കോലത്തിലാണുള്ളത്, അതിലൊന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഇത് നോക്കിയേ, ഇതാ ചുറ്റും സ്ലീവിൻ്റെ നിറയെ സ്ലീവ് റൗണ്ടിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് ഇട്ടതിന് ശേഷം 2 സൈഡൊന്ന് ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ എലാസ്റ്റിക് അങ്ങ് ഊരിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇതാ 2 വശവും ഞാൻ എലാസ്റ്റിക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വശവും നമുക്ക് എത്ര തയ്യൽ തുമ്പുള്ള അതിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇവിടുന്ന് കൈൻ്റെ അവിടുന്ന് താഴെ വരെ നമുക്ക് 2 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലേസ് വെക്കുന്നില്ല ഇതിന്, ആ ഒരു ലേസ് നമുക്ക് എങ്ങനെയാണ് വെക്കാൻ നോക്കാം. അപ്പോൾ താഴെ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ അവിടെയാണ് ഞാൻ ലേസ് വെക്കുന്നത്. അത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ലേസ് വെക്കാൻ കേട്ടോ. നോക്കിയേ, ഇതാ 1/2 ഇഞ്ച് വിട്ടിട്ട് അതിന് നെറ്റല്ലേ വരുന്നത്, 1/2 ഇഞ്ച് വിട്ടിട്ട് മേലോട്ടേക്ക് ആക്കിയിട്ട് വേണം ലേസ് വെക്കാൻ. എന്താ വെച്ചാൽ ഇത് താഴോട്ടേക്ക് ഹാങ് ആയിട്ട് നിൽക്കുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ഇതാ മേലോട്ടേക്ക് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ തറ്റ വെച്ചിട്ട് ലേസ് വെക്കുന്നതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തറ്റ വെച്ച് വെക്കുന്നേരം നമ്മൾ സ്കേർട്ട് പോർഷൻ നമ്മൾ ഇതുമായിട്ട് യോജിപ്പിക്കൂലേ, അന്നേരം ലേസ് അതിൻ്റെ ഉള്ളിലായി പോട്ടോ. ഇതാ സിബ്ബർ ഫുട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ലേസ് ഞാൻ ഇവിടെ യോജിപ്പിച്ച് കൊടുക്കുന്നത്. നോക്കിയാൽ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ലേസ് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ വെച്ചത് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ വിട്ടതിന് ശേഷം വേണം നമുക്ക് എന്തോ ലേസോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാലാണ് ഫ്രണ്ടിൽ നമ്മൾ എന്നറിയാൻ ഈ സ്കേർട്ട് പോർഷനെല്ലാം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ലേസ് പുറമേ കാണാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
കമൻ്റ് ആക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഫ്രോക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് 2 നാട വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാ നെറ്റില്ലേ, നെറ്റിൻ്റെ ഇതാ ഒരു പീസ് എടുത്തതിന് ശേഷം 2ആയി മടക്കിയിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഈ ഫോൾഡ് ചെയ്ത വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതാ ഇങ്ങനെയാണ് നമുക്ക് നാട വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇതാ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് 2 നാടിയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നാട സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ ബാക്ക് പാർട്ട് മുമ്പോട്ടേക്ക് ഇട്ടതിന് ശേഷം ഇതാ 2 സൈഡും തയ്യൽ തുമ്പ് വെച്ചിട്ട് 2 സൈഡ് 1.5 ഇഞ്ചിലാണ് ഞാനിവിടെ തയ്യൽ തുമ്പിട്ടത്. അങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇനി ഏകദേശം ഇതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി സ്കേർട്ട് പാർട്ടും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുൾ പണി കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് എങ്ങനെയാണ് യോജിപ്പിക്കാൻ നോക്കാം കേട്ടോ. ഇതാ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ താഴ്വശത്തെ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് ലൈനിങ്ങും അതിൻ്റെ നെറ്റും ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തതല്ലേ. അപ്പോൾ അതാദ്യം നിവർത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നെറ്റിന് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ 3 മീറ്റർ ഒരു കളറും 2 മീറ്റർ വേറൊരു കളറും ആയിപ്പോയി. അപ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളതാണ്, അതത്ര പ്രശ്നമില്ല. അപ്പോൾ ഞാൻ 2 ലെയറാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 5 മീറ്ററിനെ നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ 10 മീറ്ററുള്ളൂ. 10 മീറ്റർ ആയാലും നമ്മൾ 5 മീറ്ററേ നമ്മൾ ഇതിൻ്റെ വീതി കിട്ടുന്നുള്ളൂ. അപ്പോൾ 2 ലെയറാക്കിയിട്ടല്ലേ കൊടുക്കുന്നത്. 2 ലെയറാക്കിയിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 ലെയറാക്കി ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്ന മുമ്പേ ഇതിൻ്റെ പീസായിട്ടല്ലേ വരിക. നേരെ പകുതി നമ്മൾ തമ്മിൽ യോജിപ്പിക്കേണ്ടതെല്ലാം കറക്റ്റ് നെറ്റുകൾ തമ്മിൽ കൂട്ടി അടിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതാ നോക്കിയേ, ലൂസ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അപ്പോൾ അതിങ്ങനെ ചുരുക്കം കൊടുക്കുന്നതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് കൂടിയിട്ടും ചിലയിടത്ത് കുറഞ്ഞിട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ വശവും ഒരുപോലെ കറക്റ്റ് ഇതാക്കി കൊടുക്കുക കേട്ടോ. ചുരുക്ക് കൊടുക്കുക, അതുപോലെ ലൈനിങ്ങും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ടില്ലേ, അത് എത്രയാണോ അത് കറക്റ്റ് അളവ് നോക്കുക. എനിക്കിവിടെ ഇത് 12 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഈ ലൈനിങ്ങും അതുപോലെ ഈ നെറ്റും എല്ലാം 12 ഇഞ്ച് കറക്റ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ് വേറെ അതുപോലെ നെറ്റ് വേറെ ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രോക്കെല്ലാം ഇടുന്ന നേരം കുട്ടികൾക്ക് 2 സൈഡിലൊന്ന് കയറിപ്പോയാലോ ചുരുങ്ങിയിട്ടൊരു കയറിപ്പോയാലോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലൈനിങ് വേറെയും അതുപോലെ നെറ്റ് വേറെയും തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ 2 ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ ഒരു സ്കേർട്ട് പോർഷൻ്റെ നല്ല വശമാണ് ഇത്, ഈ പുറമേ ഉള്ളത് നല്ല വശമാണ്. അപ്പോൾ ലൈനിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിവർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല വശമാണ്. അപ്പം നല്ല വശം എടുത്തിട്ട് ഈ സ്കേർട്ടിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചുറ്റും ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വേസ്റ്റ് റൗണ്ട് അവിടെ ചുറ്റും ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ചുറ്റും സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. അങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്കേർട്ട് പോർഷൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് യോക്ക് പോർഷൻ്റെ നല്ല വശയില്ലേ അതിതാ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലേസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ യോക്ക് പോർഷനിൽ ഫ്രണ്ട് പോർഷനായിട്ട് ലേസ് സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിലൂടെ ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പേ നിങ്ങളൊന്ന് ചുറ്റൊന്ന് മുട്ടുപിന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എൻ്റെ അടുത്ത് വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ ആദ്യമെല്ലാം ഫ്രോക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറ്റി വെക്കുക എന്നുള്ളതൊക്കെ അതിൽ വിശദമായി പറയുന്നുണ്ട്. അതൊന്നും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ടിതാ ഈ സ്വീക്വൻസ് വർക്കുള്ള ഈ ഒരു തന്നെ ചെറിയൊരു പോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്, ഒന്ന് ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എന്നോട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഈ ഒരു പോർഷൻ എന്നോട് മിസ്സായി പോയത് കൊണ്ട്. പിന്നെ എന്തെങ്കിലും അറിയാൻ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കുക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നായിരുന്നു കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബായ്.